മുയലും മുള്ളൻപന്നിയും. ഒരിടത്തൊരു കാലത്ത് ഒരു നീണ്ടു നിവർന്ന പാടത്തിനരികെ മുള്ളൻപന്നിയുടെ ഒരു കുടുംബം താമസിച്ചിരുന്നു. മമ്മിക്കും ഡാഡിക്കും വളരെ ദൂരം സഞ്ചരിക്കണമായിരുന്നു. അതുകൊണ്ട് രണ്ടിരട്ട കുട്ടികൾ ഒറ്റയ്ക്കായിരുന്നു. ഇതിൽ കുറച്ചുകൂടി വേണം. ഇതിൽ കുറച്ചുകൂടി വേണം. ഇതിൽ കുറച്ചുകൂടി വേണം. ഓ ദൈവത്തെ ഓർത്ത്, ആ സൂപ്പിൽ എന്താണ് കുറച്ചുകൂടി? ഇതിൽ കുറച്ചുകൂടി വേണം. നിനക്കറിയാമോ, ഞാൻ സഹിച്ചു മടുത്തു. ഞാൻ പുറത്ത് നടക്കാൻ പോകുക. അതുവരെ നീ കണ്ടുപിടിക്ക് എന്താണ് ഈ സൂപ്പിന് കുറച്ചുകൂടി വേണ്ടെന്ന്. അത് മാത്രമല്ല, എനിക്ക് വിശക്കുന്നുകൊണ്ട് പെട്ടെന്ന് ഇത് തന്നെ തയ്യാറാക്ക്. എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല എന്താണ് അമ്മയുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന്. എനിക്ക് ഓർമ്മ വരുന്നില്ല. നീ അതിന്റെ കൂട്ട് എഴുതി വെക്കണമായിരുന്നു. ഞാൻ വാങ്ങിയിരുന്നു, പക്ഷെ അത് കളഞ്ഞുപോയി. നീ എന്തേ എഴുതിയെടുക്കാത്തത്? ഞാൻ എഴുതിയിരുന്നു, പക്ഷെ അത് കളഞ്ഞുപോയി. നീയും കളഞ്ഞില്ലേ? ഞാൻ പോവുക ഇവിടുന്ന്. ദൈവമേ, അമ്മ ഒന്ന് പെട്ടെന്ന് വരൂ, വന്ന് രക്ഷിക്കൂ എന്നെ. നീ പോയി കുറച്ച് കിഴങ്ങ് കൊണ്ടുവാ, സലാഡിന് വേണ്ടിയിട്ട്. ശരി. അങ്ങനെ മുള്ളൻപന്നി അവന്റെ അനിയനെ ആഹാരമുണ്ടാക്കാനായി വിട്ടിട്ട് വെളിയിൽ പോയി കിഴങ്ങ് പറിക്കാനായി. കിഴങ്ങ് വളരുന്നതിന്റെ അടുത്തായിട്ട് ഒരു കാബേജ് പാടവും ഉണ്ടായിരുന്നു. അവിടെ ഒരു മുയൽ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് താമസിച്ചിരുന്നു. ഹലോ മിസ്റ്റർ ഹെയർ, നിങ്ങൾ ഇവിടെ പുതിയതാണോ? അതിനെന്നെ ഒരു കുഴപ്പം ഉണ്ടപ്പക്രു? അത് നല്ല രസമായിരുന്നു. നല്ല തമാശയായിരുന്നു. അതെന്ത് രസമായിരുന്നു. നല്ല തമാശ. ഏയ്, എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഓ, ഉണ്ടപ്പക്രുവിന് ദേഷ്യം വന്നോ? നീ വളരെ നല്ല ഒരു സമയം പോക്കാണു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏയ്, ഒന്ന് നിർത്ത്. എന്താണ് നിന്റെ പ്രശ്നം? ഒന്നുമില്ല, എനിക്ക് നിന്റെ പ്രശ്നം ഓർത്താണ് പ്രശ്നം. എന്ന് വെച്ചാൽ? നിന്റെ കാലുകൾ. നിനക്ക് അതുകൊണ്ട് നടക്കാൻ പറ്റുമോ, അതോ നീ എപ്പോഴും വീണോണ്ടിരിക്കുമോ? ഉണ്ടപ്പക്രു, മുള്ളു പന്ത് പോലെ. കഷ്ടമാണല്ലേ ആ കാല് വെച്ച് മിസ്റ്റർ മുള്ളുണ്ടേ. ശരി, ഇനി മതിയാക്കാം പൊക്കമുള്ളവനെ. പാവം മോനെ, നിന്റെ ഈ കാല് കൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ അതും കൊണ്ട് എന്നെ തൊഴിക്കാൻ ശ്രമിച്ചു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശ. എനിക്ക് നിന്നെ തൊഴിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ ഓട്ടത്തിൽ തോൽപ്പിക്കാനാകും. എന്ത്? നീ എന്നെ ഓട്ട മത്സരത്തിനായി വെല്ലുവിളിക്കുന്നു? കാര്യത്തിലാണോ ഉണ്ടപ്പക്രു? അതെ. നീ പേടിച്ചു പോയോ? അത് നല്ല തമാശയായിരുന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ നീ പേടിച്ചിരിക്കുന്നു അല്ലേ? നിനക്ക് വട്ടാണോ? ഞാൻ നിന്നെ കണ്ട് പേടിക്കണോ? നിന്നെ പോലെ 100 എണ്ണത്തിനെ ഒറ്റയ്ക്ക് ഞാൻ തോൽപ്പിക്കും. അങ്ങനെ കണ്ടോ? അത് കൊള്ളാമായിരുന്നു, പക്ഷെ വേഗത പോരാ. എന്തുകൊണ്ട് നീ പരിശീലിക്കുന്നില്ല? ഞാൻ വീട്ടിൽ പോയി എന്റെ ലഞ്ച് കഴിക്കാം. എന്നിട്ട് നമുക്ക് അവിടെ പാടത്തിന്റെ തുടക്കത്തിലെ ആ മരത്തിൽ നിന്നും ആണെങ്കിൽ പാടത്തിന്റെ അവസാനം വരെ ഓടാം. എന്ത്? നമ്മൾ 1/2 മണിക്കൂറിൽ കാണും.
ഓൾ ദ ബെസ്റ്റ്. ഇതിൽ കുറച്ചുകൂടി വേണം. ഞാൻ സത്യത്തിൽ അത് ചെയ്തോ? കിഴങ്ങ് കൊണ്ടുവന്നോ സലാഡിന് വേണ്ടി? എന്താണ് ഈ സൂപ്പിന് വേണ്ടത്? സൂപ്പിന്റെ കാര്യം വിട്, എനിക്ക് ഒരു ഓട്ട മത്സരം ജയിക്കണം. എന്ത്? മുള്ളൻ പന്നി അവന്റെ ഇരട്ട സഹോദരനോട് മുയലിന്റെ കൂടെ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു. ആ മുയൽ ദുഷ്ടനാണ്. പക്ഷെ നീ എങ്ങനെയാണ് ആ മത്സരം ജയിക്കാൻ പോകുന്നത്? എന്റെ കയ്യിൽ ഒരു ഉപായമുണ്ട്. മുള്ളൻ പന്നി ഒരു ഉപായം ആലോചിച്ചിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞതുപോലെ മുയലും മുള്ളൻ പന്നിയും മരച്ചുവട്ടിൽ കണ്ടുമുട്ടി. പറഞ്ഞതുപോലെ നീ സമയത്താണല്ലോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഉറപ്പാണല്ലോ ഇതൊരു ഓട്ട മത്സരമാണ് നമ്മൾ തമ്മിൽ, അതായത് ഞാനും മുയലും പിന്നെ നീ ഉണ്ടപ്പക്രവും മുള്ളനും തമ്മിൽ. എന്നാ പറഞ്ഞതുപോലെ നീ ആ പാത എടുക്കൂ, ഞാൻ ഈ പാത എടുക്കാം. ടേക്ക് യുവർ പൊസിഷൻ. നീ വിളിച്ചോ. ഓൺ യുവർ മാർക്സ്. മുയൽ, ഉണ്ട, പക്രു, മുള്ളൻ. Get set, here. ഉണ്ട, പക്രു, മുള്ളൻ. Get set, മുയൽ, ഉണ്ട, പക്രു, മുള്ളൻ. And go. അവന്റെ വിചാരം എന്നെ തോൽപ്പിക്കണമെന്ന്. മണ്ടൻ. അവനെ എവിടെയും കാണാനില്ലല്ലോ. നീ എന്നെയാണോ തേടുന്നത്? നീ ഇവിടെ ആദ്യം മുതൽ തന്നെ? ഞാൻ വിചാരിച്ചു നിനക്ക് വേഗതയുണ്ടെന്ന്. എന്താ ഇത്ര വൈകിയത്? ഇത് ശരിയല്ല. നമുക്ക് തിരിച്ചോടി നോക്കാം. ശരി. അവസാനം നീ എത്തിയോ? ഞാൻ പേടിച്ചു പോയിരുന്നു. ഇത് സാധ്യമല്ല. മത്സരത്തിന്റെ അവസാനത്തേക്ക് ഓടൂ. നീ ഓരോ തവണയും തളർന്നുകൊണ്ടിരിക്കുവാണല്ലോ. എനിക്ക് തോന്നുന്നു നീ നല്ലപോലെ പരിശീലിക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കിപ്പോൾ 2 എണ്ണത്തിനെ കാണാനാകുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? നീ പറഞ്ഞു ഞങ്ങളെ പോലെ 100 എണ്ണത്തിനെ തോൽപ്പിക്കാനാകുമെന്ന്. പക്ഷേ ഞങ്ങളെ പോലെ 2 എണ്ണത്തിനോട് നീ തോറ്റല്ലോ. നിങ്ങൾ ഇരട്ടകളാണോ? അത് ശരിയാണ്. പക്ഷേ ഇത് ചതിയാണ്. ഞങ്ങളോട് ക്ഷമിക്കൂ, പക്ഷെ നീ എന്നോട് ശരിയായി പെരുമാറിയില്ല. നിനക്ക് നല്ല കാലുകളുണ്ട്, കൂടുതൽ വേഗതയുണ്ട്. പക്ഷെ കണ്ടാൽ ഞങ്ങൾ കൂടുതൽ ആകാംക്ഷയുണ്ട്, കൂടുതൽ ബുദ്ധിയും. എന്നാ നീ ഇത് പിടിച്ചോ. ഞങ്ങളോട് ക്ഷമിക്കൂ. നിൽക്കൂ. ഇത് എന്റെ പാഠത്തിൽ നിന്നാണ്. എന്നോട് കൂടി ക്ഷമിക്കൂ. നിങ്ങൾ 2 പേരോടും കൂട്ടുകൂടാൻ നല്ല രസമായിരിക്കും. ഞാൻ വീണ്ടും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് സത്യം ചെയ്യുന്നു. ഞങ്ങളും സത്യം ചെയ്യുന്നു. ഞങ്ങളും സത്യം ചെയ്യുന്നു. ഇത് തന്നെയായിരുന്നു ഇതിന് വേണ്ടിയിരുന്നത്. കാബേജ്. എന്റെ അമ്മയുടെ സീക്രട്ട് ആണ് കാബേജ്. അമ്മയുടെ സീക്രട്ട് കാബേജ് ആണ്. അമ്മയുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് കാബേജ്. അങ്ങനെ ആ 3 പേരും നല്ല കൂട്ടുകാരായി. എല്ലാവർക്കും നല്ലതായ ഒരു കഴിവ് കാണും. ചില കാര്യങ്ങളിൽ നല്ലതാകട്ടെ. അതുകൊണ്ട് നമ്മുടെ കഴിവിനെ അഹങ്കാരമാക്കരുത്. അതുപോലെ തന്നെ കഴിവുകേടിനെ ഒരു ദുർബലതയായി കാണരുത്.